ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൻ്റെ അകത്ത് ഞാനൊരു സ്ഥലം വരെ പോവാണ്. അപ്പം അതെങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പം അതിന് മുമ്പ് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഇപ്പം തുടങ്ങിയ ഫ്രണ്ടൊന്നും അല്ല, എൻ്റെ സ്കൂളിലൊട്ടേ ഉള്ളതാണ്. അപ്പം ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഒരുപാട് ഒരുമിച്ച് പഠിക്കുന്നതാണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് 10th വരെ ഞങ്ങൾ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ വ്യൂവേഴ്സ് ഇത് കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പണ്ടത്തെ ഇനീഷ്യലി ഉള്ള മറ്റേ ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ഒക്കെ ദിവസങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവളുടെ തിരുമോന്ത കാണും. എല്ലാ ദിവസവും ഒന്നെങ്കിൽ ഞാൻ അവളുടെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവളെൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എടുത്തായിരുന്നു, ഇവളുടെ അപ്പനും അമ്മയും എടുത്തായിരുന്നു. ഇത് ഈ പിള്ളേരെ കൊണ്ട് മടുത്തല്ലോ എന്നുള്ള രീതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ 10th വരെ ഞങ്ങൾ ഭയങ്കര റൈവൽസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വേറെ ഗ്യാങ്ങിൻ്റെ പേരെന്തായിരുന്നു? ഫ്ലാപ്സോ? അയ്യേ പറഞ്ഞു കേട്ടോ, ജാപ്പിലോക്സോ? ഫ്ലാപ്സ് ആണ് എൻ്റെ ഓർമ്മയിലുള്ളൊരു പേര്. പിന്നെ ജാഫിലോക്സ് എന്തൊക്കെയോ. ഇവളും ചെറുക്കന്മാരും കൂടെ ഉള്ള ഗ്യാങ്ങിന് വേറെ പേരായിരുന്നേ. ഇവളുടെ ഗേൾസ് ഉള്ള ഗ്യാങ്ങിന് എൻ്റെ ഗ്യാങ്ങിന് പേര് ഞാൻ മറന്നേ. സീരിയസ്ലി ഞാൻ മറന്നേ എൻ്റെ ഗ്യാങ്ങിന് പേര്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ വൻ സീനൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ടൂറൊക്കെ പോകുമ്പോൾ ഇവർ നടക്കുന്നുണ്ട് ഇങ്ങനെ. ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ഞങ്ങൾ പഠിപ്പിക്കാനായിരുന്നു, ഇവിടെ ഉഴപ്പിക്കാനൊക്കെ ആയിരുന്നു. എല്ലാം പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ 10th ക്ലാസ് വരെ ഞങ്ങൾ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വലുതായപ്പോൾ രണ്ട് ലെസൺസ് ഒക്കെ രണ്ടുപേരും പഠിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ജീവിതം ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് വേറൊരു തലതെറിച്ച ഫ്രണ്ട് വഴി ചുമ്മാറിനല്ലാന്ന് കണ്ട്, എന്നിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഭയങ്കര ഫ്രണ്ട്സായി. എന്നിട്ട് അപ്പം തൊട്ട് എപ്പോഴും ഉണ്ട് ഇപ്പോൾ ഒരുമിച്ച്. അപ്പോൾ ഇവൾ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ വരും. ഇവൾ പഠിക്കുന്നതും ഞാൻ പഠിക്കുന്നതും സെയിം തന്നെയായിരുന്നു. പക്ഷേ 1 വർഷം ജൂനിയറാണ് എൻ്റെ, അത്രയേ ഉള്ളൂ. പക്ഷേ സെയിം സബ്ജക്റ്റാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവള് എപ്പോഴും ബാംഗ്ലൂർക്ക് വരും കേട്ടോ. എന്നിട്ട് വന്ന് ശല്യപ്പെടുത്തും. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്രാവശ്യം അവളുടെ സ്ഥലത്ത് പോയിട്ട് അവളെ ശല്യപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ എവിടെയാണുള്ളത്? ഇവിടെ വായക്കോട്ട് വിട്ടിരിക്കും. ഇവിടെ എനിക്ക് പറ്റണില്ല. ഇവള് വായക്കോട്ട്. നമ്മൾ ഹൈദരാബാദിലാണുള്ളത്. ഇവളാണെങ്കിൽ ഇപ്പം ഇവിടെ ഞാൻ കെയർ ചെയ്യാണ്ടിരിക്കാം, ഞാൻ അഭിനയിക്കാം, എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, എന്നെ കാണാൻ ഭംഗിയുണ്ടോ, എൻ്റെ എങ്ങനെയുണ്ട് ഷർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പം ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. പാർവതി എന്നോട് ഫ്രണ്ട് ഡാൻസറാണ്, പാട്ടുകാരിയാണ്. ആ മുഖത്ത് നോക്കി, ആ മുഖത്തേക്ക് നോക്ക്. കഴിഞ്ഞു എൻ്റെ. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ എത്തി. ഇവിടെ ഞാനൊരു 4 ദിവസം കാണും, 3-4 ദിവസം കാണും. ഇവിടെ എനിക്ക് രാവിലത്തെ പോസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ രാവിലെ 8:30 എത്തിയതാ. ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ പോയി. എന്നിട്ട് ഇവിടെ കയറി വരുന്നത് ഇല്ല, 4 മണിക്കാ കയറി വരുന്നത്. എന്നോട് മോള് കിടന്ന് ഉറങ്ങിക്കോന്ന് ഉറക്കി വിട്ടിട്ടാണ് പോയത്. ഒന്നും പറയാനില്ല. അപ്പം ഞങ്ങൾ ഇന്ന് Day 1 ഉച്ച വരെ സമയം മൊത്തം വേസ്റ്റായി. അപ്പോൾ ഒരു നല്ല കാര്യം ഇവിടെ ചെയ്തത്, ഞങ്ങൾ ഇന്ന് രാത്രി നവരാത്രിക്കല്ലേ പോകുന്നത്, നവരാത്രിക്ക് പോവാണ്. ഡാണ്ടിയ നൈറ്റ്, മറ്റേ കോലൊക്കെ പിടിച്ച് ഡാൻസ്. ഞാൻ ആദ്യമായിട്ടാണ് പോണേ. അപ്പം ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് പോവാന്ന്. നല്ലതല്ലെങ്കിൽ ഇവിടെ ഞാൻ വെട്ടി നുറുക്കി കൊല്ലും. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് രാത്രി ഡാൻഡി നൈറ്റിന് പോകുന്ന പറഞ്ഞാണ് പോയേക്കുന്നത്. അപ്പം റെഡി ആവണം. അതിന് മുമ്പ് ഞാൻ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് സ്റ്റാർട്ടിങ് ഒരു ഓവറോൾ വ്യൂ പറഞ്ഞു തന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് പോയിട്ട് ഇനി എന്താ റെഡി ആവാം. സാരി കൊണ്ടുവന്നേക്കുന്നത്, സ്കേർട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പം സാരി നീയല്ല എന്നോട് ഒരു സാരി എടുത്തോളാം. സാരി എടുത്ത് സ്കേർട്ട് പോലെ ഉണ്ടാക്കും. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ഇവള് ചതിച്ചിയ. ഇവിടെ ആൻറ്റി കാണുന്നുണ്ടോ? ആറുകളുടെ അമ്മ ഞാനും ഭയങ്കര ക്ലോസാണ്. ആൻറ്റി കാണട്ടെ, ആൻറ്റിക്ക് അറിയാം. അപ്പം ഡേസേറ്റി അവിടെ. അപ്പോൾ ശരി എന്നാ ബൈ. ഓക്കെ, അപ്പം ഞങ്ങൾ പോയിട്ട് റെഡി ആയിട്ടാണ് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ റെഡിയായി. നമ്മുടെ മുടിയൊക്കെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്തു. കാരണം നിങ്ങൾ തന്നെ എന്നോട് പറയുന്നുണ്ടായിരുന്നല്ലോ കുറച്ച് കാലമായിട്ട് സ്ട്രെയിറ്റൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. മുന്നിലത്തെ 2 ഞാലികൾ ഇപ്പം കേളിയല്ല, സ്ട്രെയിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ റെഡിയായി. ഇവിടെ ഇങ്ങനെ ബ്രേഡ് ചെയ്തു 2 സൈഡും. പിന്നെ ഈ കമ്മലിട്ടു, പിന്നെ ഈ ഡ്രസ്സ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നമ്മൾ ആദ്യമായിട്ടാണ് ഡാൻഡി നൈറ്റിന് പോകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സ്കേർട്ടാണ് ഇടേണ്ടത്. സ്കേർട്ടും ടോപ്പും
ബ്ലൗസും നമ്മുടെ ഷോളും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇല്ല കേസ്, എൻ്റെ ബ്ലൗസും സാരി ഉണ്ടായിരുന്നുള്ളൂ, സ്കേർട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചത് അപ്പം ഇനി ആലിക്കട്ടിൻ്റെ ഇങ്ങനെ പറന്ന് നടക്കുന്ന സാധനം ഇടാന്ന്. അപ്പോൾ ഇതാണ് ഇടുന്നത്. ഞാൻ അവരെ കാണിച്ചു തരാം. അവർ റെഡി ആയിക്കൊണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല, ഇതിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാൻ പറ്റില്ല. ഓക്കെ ബാ. അമ്മയിലും മാലയും ചെറുതായിട്ടൊന്ന് മാറ്റി. മറ്റേത് ഡാൻഡി ആകുമ്പോൾ കുറച്ച് ഹെവി ആയിരിക്കണം. എൻ്റെ അത്ര വലിയ ഹെവി ഒന്നും അല്ലല്ലോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഒരു കൊമ്പ്. അപ്പോഴത്തേക്കും ഈ ഒരു മാലയും ചേരുന്നൊരു ബ്ലൂ കമ്മലും കൂടെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാൻഡിയസ് ഈ കൊമ്പ് നോക്കിങ്ങനെ നിൽക്കുന്നത്. പല്ലേൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു പോപ്പ് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ മാല മാറ്റി. ഇനി അങ്ങോട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. വണ്ടി വന്നിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ, മുക്കാൽ മണിക്കൂറൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തെറ്റി കുറേ നേരം കറയും കളിച്ചു. പക്ഷേ അവസാനം ഫൈനലി ഞങ്ങൾ നവരാത്രി നൈറ്റ് എത്തി. അപ്പോൾ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത ടിക്കറ്റ്സ് മാറ്റിയെടുത്തിട്ട് കയ്യിൽ അവരിങ്ങനെ ഒരു സ്റ്റാമ്പ് ചെയ്യും നമുക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാഷ് നമ്മുടെ കയ്യിൽ കെട്ടിത്തരച്ചു, എന്നാൽ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ മടുത്തിട്ട് അവിടെ ഫുഡ് കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ചാട്ടും പിന്നെ ഒരു ജ്യൂസും മേടിച്ച് കുടിച്ചു. ഓക്കെ, എന്നിട്ട് പിന്നെയും തുള്ളാൻ പോയി.
We need 40k suit. അങ്ങനെ ഒരായിരക്കണക്കിന് പൊടി മൂക്കിലേക്ക് അടിച്ച് മേത്തേക്കും കയറി വായിലേക്കും കയറി തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഞങ്ങൾ അവസാനം അവിടെ നിന്ന് ഇറങ്ങി ഡാൻസ് കളിച്ച് തുള്ളി തിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ സ്റ്റാച്ചു ഒക്കെ കണ്ടേട്ടോ. BR അംബേദ്കറുടെ സ്റ്റാച്ചു ആയിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. ഹലോ ഗൈസ്, അപ്പം ഇന്നലെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് എത്തി ഒരു 10:30 10 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടോ തിരിച്ച്. അപ്പോൾ എത്തി, നല്ല ടയേർഡായിരുന്നു. അവിടെ തുള്ളി ഫുൾ പൊടിയൊക്കെ അടിച്ച് മൂക്കിലൊക്കെ കയറി ഫുൾ പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ടയേർഡായിട്ടാണ് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ വന്ന് രണ്ടുപേരും കൂടെ കൺക്ലൂഷൻ ഞങ്ങളിങ്ങനെ എടുത്തു വീഡിയോ, ആകെ എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എടുത്തിട്ട് വീഡിയോ നോക്കുന്ന സമയത്ത് വീഡിയോ കാണുന്നില്ല. എൻ്റെ ഹെഡ്ഫോൺ എനിക്ക് പണി തന്നാൽ എൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇല്ല. അപ്പം അത് കഴിഞ്ഞു. അപ്പം അതിന് ധർമ്മസങ്കടത്തിലാണ് ഞാൻ ഗൈസ്. പക്ഷെ വേറെ വഴിയില്ലല്ലോ. അപ്പം അത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇന്നലെ ബാക്കി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമാണ്. എന്നിട്ട് ഇവരാണെങ്കിൽ അവസാനം പ്രോഗ്രാമിൻ്റെ അവസാനം ഞങ്ങളോട് പറഞ്ഞു ഏതോ ഒരു കേരളത്തിലെ സെലിബ്രിറ്റി വരുന്നുണ്ട്, അപ്പം ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വൻ ചെണ്ടമേളവും ഉണ്ടോളും എല്ലാം കൂടെ. അപ്പം ഞങ്ങൾ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ മൂന്നുപേരും കൂടി വെയിറ്റ് ചെയ്ത് കുറേ നേരം ആരാണ് ആ ഇത്രയും വലിയ സെലിബ്രിറ്റി എന്ന്. പക്ഷെ ഒരു പൊടി പോയിട്ട് ഒരു ഈച്ചക്കുട്ടി പോലും വന്നില്ല. അവർ വെറുതെ ഞങ്ങളെ പറ്റിച്ചാന്ന് തോന്നുന്നു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തെന്ന്, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പം എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻഡി നൈറ്റ്? ഒന്ന് ഉഷാറായിട്ടൊന്ന് പറയുമോ? കാറി കൂവിട്ടെ ഇവളവിടെ ചെന്നിട്ട് ഇങ്ങനെ കാറുമായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞ വേണ്ട കാരണം. അപ്പം 500 രൂപ കൊടുത്തതിനൊക്കെ മുതലാക്കണമല്ലോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം അത് പറയാൻ വേണ്ടി വന്നത്. എണീറ്റപ്പോഴാണ് ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഞാൻ ആ ദുരന്ത സംഭവം കണ്ടത്. അപ്പം നിങ്ങളൊന്ന് അറിയിക്കാൻ ഓർത്ത്. അപ്പം എന്തായാലും സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ഓക്കെ ബൈ.